സ്ട്രാറ്റജി എനിക്ക് കറക്റ്റായിട്ടൊരു പ്രോപ്പർ പ്ലാൻ പറ്റൂലായിരുന്നു സാർ. അത് നോട്ട് എഴുതാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല കുഞ്ഞായതുകൊണ്ട്. പിന്നെ അവൾ രാത്രി പാൽ കുടിക്കാൻ എണ്ണിക്കുമ്പോഴൊക്കെ അലാറം അടിക്കുന്ന പോലെ എണ്ണീറ്റ് നമുക്ക് പാൽ കൊടുക്കുക, പഠിക്കുക, അങ്ങനെ തന്നെയായിരുന്നു. കുഞ്ഞ് അതെനിക്ക് ഭയങ്കര ഇമോഷനായി എക്സാമിനോട്. കാരണം കുഞ്ഞിനോടൊപ്പം ഉള്ളൊരു പഠനമായിരുന്നു. ഇൻ്റർവ്യൂവിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മൈൻഡിലുണ്ടായിരുന്നു അടുത്തൊരു ടെക്നിക്കൽ എക്സാം വിളിക്കുമ്പോൾ സഹയോടൊപ്പം കയറണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. എനിക്ക് സാഗാലയുടെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു മോക്ക് ടെസ്റ്റാണ്. കുഞ്ഞ് ടോപ്പിക്കിനും കൂടെ മിനിമം ഒരു 30-35 ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റായിട്ട് കൊടുക്കുന്നത് എന്നെപ്പോലുള്ള ഈ കുഞ്ഞുങ്ങളുമായിട്ടിരിക്കുന്ന അമ്മമാർക്ക് ഭയങ്കര ബെനിഫിഷ്യലായിരുന്നു. സഹകാരി റേസ് പ്ലസിൻ്റെ സ്റ്റാറ്റിക് ലെസ്റ്റിൻ്റെ സക്സസ് സ്റ്റോറി സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ 12ാം റാങ്ക് സ്വന്തമാക്കിയ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീലക്ഷ്മിയോടൊപ്പമാണ് നമ്മളുള്ളത്. ആലപ്പുഴ ജില്ലയിലാണ്. ശ്രീലക്ഷ്മിയുടെ പഠന വിശേഷങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും ചോദിച്ചറിയാം. നമ്മളെ അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ശ്രീലക്ഷ്മി ഏതാണ് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഏതാണ്? എനിക്ക് BSc മാത്സ് ആണ്. UG മാത്തമാറ്റിക്സ് ആയിരുന്നു, PG സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു. അപ്പോൾ 2 സബ്ജക്ട് നമ്മുടെ കയ്യിൽ ഒരു വിധത്തിന് ഉണ്ട് അല്ലേ? അതൊരു പ്ലസ് പോയിന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന് മുന്നേ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഞാൻ ആകെ 2 എക്സാം എഴുതിയിട്ടുള്ളൂ. ഒന്ന് ഡയറി ഫാം ഇൻസ്ട്രക്ടറും പിന്നെ ഇതുമാണ്. ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഇന്റർവ്യൂവിനാണ് ഞാൻ സഹകാരിയുടെ കൂടെ വരുന്നത്. അന്ന് ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ എനിക്ക് പേയ്മെന്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇന്റർവ്യൂ ക്ലാസ്സിന് എന്നെ ജോയിൻ ചെയ്യിപ്പിച്ചായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു ക്ലാസ്. അന്ന് എനിക്ക് 215 ആയിരുന്നു. ഞാൻ സ്റ്റഡീസിന് ഇടയ്ക്കായിരുന്നു ആ എക്സാം എഴുതിയത് കൊണ്ട് തന്നെ എനിക്ക് ആറ്റിറ്റ്യൂഡ് ഇച്ചിരി മോശമായിരുന്നു എക്സാമിനോടുള്ള. അതുകൊണ്ട് അത്രയ്ക്ക് ഒരു ഹാർഡ് വർക്ക് ഇട്ടില്ല. അതുകൊണ്ട് മെയിൻ ലിസ്റ്റിൽ തന്നെ ആയിരുന്നു, റാങ്ക് ഇച്ചിരി പുറമോട്ടായിരുന്നു. അപ്പൊ അതിനുശേഷം നമുക്ക് സ്റ്റാറ്റിക് ലെസ്റ്റിന്റെ അതെ അതെ വിളിച്ചപ്പോഴത്തേക്കും PG കഴിഞ്ഞു അല്ലേ? അതെ, PG കഴിഞ്ഞു. നമുക്ക് ഒന്നൊന്ന് സ്റ്റാറ്റി, എക്കണോമിക്സ്, മാത്സ്, കോമേഴ്സ് ഇങ്ങനെ 4 സ്ട്രീമിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുമ്പോൾ എന്തായിരുന്നു മോളുടെ ഒരു സ്ട്രാറ്റജി? സ്ട്രാറ്റജി എനിക്ക് കറക്റ്റായിട്ടൊരു പ്രോപ്പർ പ്ലാൻ പറ്റൂലായിരുന്നു സാർ. അത് കുഞ്ഞിനെ വെച്ചുകൊണ്ട് പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, മാത്സും സ്റ്റാറ്റും, അത് മാക്സിമം പോളിഷ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ. അത് ഞാൻ മാക്സിമം അതിന് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. എക്കണോമിക്സും കൊമേഴ്സും GKയും പറ്റുന്ന പോലെ നോക്കാം. എൻ്റെ കയ്യിലുള്ള സബ്ജക്ട് ഒരു മാർക്ക് പോലും പോരെന്നുള്ളൊരു വാശിയിലായിരുന്നു. അതെ അതെ, സാർ പറഞ്ഞത് അത് തന്നെയായിരുന്നു. കളയാതെ പഠിക്കാന്നുള്ളതായിരുന്നു. അപ്പം എനിക്ക് മാത്സിനും സ്റ്റാറ്റിലും എനിക്ക് നല്ല ഇതുണ്ടായിരുന്നു, കോൺഫിഡൻ്റ് ആയിരുന്നു. അത് മാക്സിമം പഠിച്ചു കുഞ്ഞിനെ വെച്ചുകൊണ്ട്. പിന്നെ ബാക്കി എല്ലാം ഫോണിലെ കളിയായിരുന്നു. അതായത് ഹസ്ബൻഡും ബ്രദറുമായിട്ട് ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കും, നോട്ട് മൊത്തം അങ്ങോട്ട് അയക്കും. നോട്ട് എഴുതാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല കുഞ്ഞായതുകൊണ്ട്. പിന്നെ അവൾ രാത്രി പാൽ കുടിക്കാൻ എണ്ണിക്കുമ്പോഴൊക്കെ അലാറം അടിക്കുന്ന പോലെ എണ്ണീറ്റ് നമുക്ക് പാൽ കൊടുക്കുക, പഠിക്കുക, അങ്ങനെ തന്നെയായിരുന്നു. കുഞ്ഞ് അതെനിക്ക് ഭയങ്കര ഇമോഷനായി എക്സാമിനോട്. കാരണം കുഞ്ഞിനോടൊപ്പം ഉള്ളൊരു പഠനമായിരുന്നു. പോസ്റ്റ് പാർട്ടം ടൈം പഠനം. പോസ്റ്റ് പാർട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം പണ്ടോട്ടെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയമാണ്. പക്ഷെ അതിനോടൊപ്പം കഴിവതും ആരും കുഞ്ഞിനോടൊപ്പം പഠിച്ചെന്ന് പറഞ്ഞിട്ടില്ല. കുഞ്ഞ് ഉറങ്ങണ സമയത്ത് കുഞ്ഞിനോടൊപ്പമാണ് പഠിച്ചത്. അത് വളരെ ഒരു എന്താ പറയുക വ്യത്യസ്തമായ അപ്രോച്ച് തന്നെയാണ്. അത് മാത്രമല്ല, എനിക്ക് സാധാരണഗതിയിൽ ചിലപ്പോൾ മടി പിടിച്ച് നേരത്തെ കിടന്നുറങ്ങും. പക്ഷെ അവൾ രാത്രി 1 മണിക്കൂർ ഇടവിട്ട് ഉറങ്ങുന്ന, സത്യം പറഞ്ഞാൽ വേറെ മെന്റാലിറ്റി മാറ്റി ഞാൻ അവളൊരു അലാറം പോലെ കണ്ട് എണ്ണീറ്റിരുന്ന് പഠിക്കുക ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം ഞാൻ കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മുടെ ഇതിലിട്ട് വന്നു. പിന്നെ സ്റ്റാറ്റിക് ലെസ്റ്റിന് വിളിച്ചപ്പോൾ തന്നെ സഹകാരിയോടൊപ്പം ചൂസ് ചെയ്ത് തുടങ്ങി. അതെ, ആ ഇന്റർവ്യൂവിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മൈൻഡിലുണ്ടായിരുന്നു അടുത്തൊരു ടെക്നിക്കൽ എക്സാം വിളിക്കുമ്പോൾ സഹയോടൊപ്പം കയറണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ആക്ച്വലി നമുക്ക് പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ വരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പെട്ടെന്ന് കൺഫർമേഷൻ വന്നപ്പോഴത്തേക്കും അത് നമ്മൾ എങ്ങനെയായിരുന്നു നമ്മളുടെ തോട്ട് പ്രോസസ്? എങ്ങനെയായിരുന്നു തോട്ട് പ്രോസസ്സ്? ഇച്ചിരി പേടി തോന്നി, നല്ല പേടി തോന്നി. പിന്നെ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ, പഠിക്കുക. അതായത് ആദ്യത്തെ ലിസ്റ്റിൽ വന്നത് എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വെച്ചാൽ എന്നെക്കാട്ടി 0.33 മാർക്കിനാണ് എൻ്റെ സെയിം കാറ്റഗറിയിൽ ഒരു കുട്ടി ഇപ്പോൾ ജോലിക്ക് കയറാൻ പോകുന്നത്. ചെറിയൊരു അലസത കാരണമാണ് ആ ജോലി എനിക്ക് പോകാൻ പോകുന്നത്. അതെനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത എക്സാം എനിക്ക് അങ്ങനെ ഒരു ഫോൾട്ട് പറ്റരുതെന്നുള്ള വാശി എനിക്ക് 100% മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് പഠിച്ചു. ഇങ്ങനെ വെച്ചോണ്ടും പറ്റുന്നതിന് പിന്നെ ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഹസ്ബൻഡും കൂടെ നിന്ന് രാത്രി കുഞ്ഞിനെ നോക്കും, പുള്ളി കട്ടയ്ക്ക് കൂടെ നിന്നു. പിന്നെ എൻ്റെ അച്ഛനും അമ്മയല്ല, ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും, എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയതാണ്. അവരാണെങ്കിലും ഞാൻ 6 മാസം മുറിയിൽ തന്നെ ആയിരുന്നു, ഇറങ്ങിയിട്ടില്ല. അമ്മയായിരുന്നു കാര്യങ്ങൾ ഫുള്ള് നോക്കിയത്. ഇല്ല, അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരുമിച്ച് നിന്നൊരു ഫാമിലിയുടെ ആ ഒരു എന്താ പറയുക ഔട്ട്പുട്ടാണ് നമ്മൾ. പിന്നെ അതിനോടൊപ്പം നമുക്ക് സഹകാരി വന്നതിന് ശേഷം നമ്മൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് എക്സ്പീരിയൻസ്. എനിക്ക് സഹകാരിയുടെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു മോക്ക് ടെസ്റ്റ് ആണ്. കാരണം വെച്ചാൽ ഏറ്റവും ഇറലവൻ്റ് ആയിട്ടുള്ള കുഞ്ഞു ടോപ്പിക്കിനും കൂടെ മിനിമം ഒരു 30-35 ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് എന്നെപ്പോലുള്ള ഈ കുഞ്ഞുങ്ങളുമായിട്ടിരിക്കുന്ന അമ്മമാർക്ക് ഭയങ്കര ബെനിഫിഷ്യലായിരുന്നു. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി തപ്പിയെടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് നമ്മളെ അപേക്ഷിച്ച് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. എന്നെപ്പോലുള്ള
ന്യൂ ബോൺ മദേഴ്സിനെ അപേക്ഷിച്ച് അതായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ നോക്കാത്ത പഠിക്കാത്ത സിലബസ് വിട്ട ടോപ്പിക്ക് കൂടി ഞാൻ അതിനകത്ത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് എനിക്കത് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്, എക്സാമിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ചോദ്യങ്ങൾ ഉപയോഗിച്ച് ടോപ്പിക്കിനെ സ്കാൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. അപ്പോൾ എല്ലാ ചെറിയ ചെറിയ ടോപ്പ് മൊഡ്യൂൾസിനും അതിൻ്റെ കൂടെ പരീക്ഷ ഉണ്ടാവും. അപ്പോൾ ആ പരീക്ഷകൾ എഴുതിയുള്ള പ്രാക്ടീസിനും മാത്രമേ നമ്മൾ മുൻകൂട്ടി. അപ്പോൾ അതിനുശേഷം മെന്റർഷിപ്പിന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ മെന്റർഷിപ്പ് എപ്പോഴും അവൈലബിൾ ആയിരുന്നു, സാറാണെങ്കിലും എപ്പോഴും അവൈലബിൾ ആയിരുന്നു, വിളിച്ചത് അതൊക്കെ വളരെ ഹെൽപ്പിംഗ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ എന്തായാലും അടുത്ത് വരുന്ന ഡേയ്സുകളിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ജോലിയിലേക്ക് കയറാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ശ്രീലക്ഷ്മി. നമുക്ക് ട്രിവാൻഡ്രത്ത് വരുമ്പോൾ കാണണം. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസയാണ് ശ്രീലക്ഷ്മിയോടൊപ്പം. അപ്പോൾ എല്ലാവർക്കും നന്ദി.